അപ്പട ആരാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അപ്പട ആരാണെന്നൊന്നുറച്ച് ചോദിച്ചാൽ ആർക്കും ഒരു ഉത്തരം ഉണ്ടാവില്ല. പാട പോലെ നേർത്ത ഓർമ്മയുടെ സമയദൂരത്തിൽ അവ്യക്തമായിട്ട് മഞ്ഞ് മൂടിയ രൂപങ്ങൾക്കിടയിൽ എവിടെയോ അപ്പട ഉള്ളതായിട്ട് തോന്നും. കടലിൽ ദൂരെ പോകുന്ന ബോട്ടുകളിലെ വെളിച്ചം കരയുടെ കോണിൽ നിന്നും കാണുന്നത് പോലെയാണ് കുട്ടിക്കാല ഓർമ്മകൾ. ചിലപ്പോൾ പകൽ വെളിച്ചത്തിലെന്ന പോലെ തെളിഞ്ഞത്, അല്ലെങ്കിൽ മഞ്ഞു മൂടിയതുപോലെ ഒരു മങ്ങൽ. ഏകാന്തതയുടെ ശൂന്യതയും നിറഞ്ഞ ഗ്രഹാതുരത്വം ആ ഓർമ്മകളാണ് മനസ്സിൽ. അവയ്ക്കിടയിലും ഓളമുണ്ട്. മുറിഞ്ഞും മുറിയാതെയും തീരത്തണയുകയും അകലുകയും ചെയ്യുന്ന ഓളങ്ങൾ. കൂടെ കളിക്കുന്നവരെല്ലാം കൂട്ടുകാരാകുന്ന പ്രായത്തിൽ കരുതിയത് അപ്പടയും ഞാനും ഒരേ പ്രായക്കാരെന്നാണ്. എന്നോടൊപ്പം കഥ പറയുകയും മണ്ണ് വാരി കളിക്കുകയും ചെയ്യുന്ന അപ്പട. പക്ഷേ വളർന്നപ്പോഴാണ് മനസ്സിലായത് അപ്പടയ്ക്ക് എൻ്റെ അപ്പനേക്കാൾ പ്രായമുണ്ട്. നാട്ടിലെല്ലാവരും പ്രായഭേദം എന്നെ അപ്പടയെ അപ്പട എന്ന് തന്നെയാണ് വിളിച്ചിരുന്നത്. ആ പേരിൻ്റെ അർത്ഥമോ എന്തുകൊണ്ട് അങ്ങനെ ഒരു വിളിയെന്നോ ആരും അന്വേഷിക്കാൻ മെനക്കെട്ടില്ല. അപ്പടയെ എവിടെ വെച്ചാണ് കണ്ടത് എന്ന് ഓർക്കാനാവുന്നില്ല. പക്ഷെ സ്ഥിരമായിട്ട് കണ്ടിരുന്ന ചില ഇടങ്ങളുണ്ട്. അറവുകട, അടുക്കളത്തിണ്ണ, പശുത്തൊഴുത്ത്, കുളപ്പടവ്, അങ്ങനെ ചില ഇടങ്ങൾ. എൻ്റെ അപ്പൻ്റെ കുടുംബ വീടിനെതിരെയുള്ള പുരയിടത്തിലാണ് അപ്പട താമസിച്ചിരുന്നത്. വൈപ്പിൻ തോപ്പിലെ ഒരു ഓണങ്കറ മൂലയിലെ അപ്പാപ്പൻ്റെ വീട് ഞങ്ങൾ കുട്ടികൾക്കെല്ലാം സ്വാതന്ത്ര്യത്തിൻ്റെ പറുദീസയായിരുന്നു. എല്ലാ വേനലവധിയിലും മുടക്കമില്ലാതെ ദേശത്തെയും വിദേശത്തെയും കോൺക്രീറ്റ് നഗരങ്ങൾ വിട്ടെറിഞ്ഞ് കുട്ടികൾ ചെമ്പയത്തെ പച്ചത്തുരുത്തിലേക്ക് അണയും. അത്ഭുതങ്ങളും സാഹസങ്ങളും വൈഷമ്യങ്ങളും നിറഞ്ഞതായിരുന്നു കുട്ടിക്കാല ഓർമ്മകൾ. ചെമ്പത്തേക്ക് പോകാൻ ട്രെയിനിറങ്ങി ബസ് പിടിക്കണം. സ്റ്റോപ്പിൽ ഇരച്ചു നിൽക്കുന്ന പ്രൈവറ്റ് ബസ്സിലെ കിളിയുടെ ജെട്ടി മേനക, മേനക ജെട്ടി എന്ന വിളികൾക്കിടയിൽ ജീവൻ പണയം വെച്ച് അതിൽ ചാടിക്കയറണം. പറമ്പിലെ വക്കുപൊട്ടിയ കുളത്തിൽ ഒതുങ്ങാതെ ചാടിത്തുള്ളുന്ന കരിമീനിനെ പോലെയാണ് അന്നേരത്തെ ഒരു പിടച്ചിൽ. ബസ്സിറങ്ങി അപ്പാപ്പൻ്റെ വീട്ടിലേക്ക് നടക്കുമ്പോൾ ആദ്യം കാണുന്ന പരിചിത മുഖം അപ്പയുടേത് തന്നെയായിരിക്കും. വഴിയിൽ ഒരു ചന്തയുണ്ട്. അവിടെ ആടുകളെയും മാടുകളെയും മറക്കുന്ന ഒരു ഭാഗത്ത് ഒരു സഞ്ചിയും തൂക്കി അപ്പടയുണ്ടാകും. ഞങ്ങളെ കാണുമ്പോൾ ചുണ്ടൊരു ഭാഗത്തേക്ക് കോട്ടി കറപുരണ്ട പല്ലുകാട്ടി ചിരിക്കും. എപ്പടാ മടക്കം എന്ന് പതുക്കെ അവ്യക്തമായിട്ട് ചോദിക്കും. ചാരവും കറുപ്പും ഇടകലർന്ന മണ്ണായിരുന്നു ചെമ്പയത്തേത്. ആ നിറഭേദങ്ങൾ അപ്പയുടേതുമായിരുന്നു. ഉച്ചവെയിൽ വന്ന് തട്ടുമ്പോൾ അയാളുടെ നഗ്നമായ നെഞ്ചിൻകൂട് ഇളം തവിട്ട് നിറമാകും. ദൃഢവും സമൃദ്ധവുമായ കുറുകിയ പേശികൾ, ഉയർന്ന കവിളിൽ നീണ്ട നാസിക, ആഴം പേറുന്ന നിഗൂഢമായ കണ്ണുകൾ, നായാട്ടും മത്സ്യബന്ധനവും മലകയറ്റവും കൊണ്ട് വഴക്കം വന്നതുപോലെ ബലിഷ്ഠമായ കൈകാലുകൾ. കരുത്തുറ്റ ഒരു പ്രതിഭാസമായിരുന്നു ചെമ്പത്തേർക്ക് അപ്പട. വരങ്കൽ എന്നായിരുന്നു അപ്പയുടെ വീട്ടുപേര്. ഞങ്ങളുടെ തറവാട്ടിലേതുപോലെ തന്നെ വലിയ അംഗബലമില്ല. 4 ആൾ മാത്രം. ഇണ്ടർ വല്യപ്പനും ഇണ്ടർ വല്യമ്മയും, പെങ്ങയും അപ്പടയും, പിന്നെ കുറച്ച് ഇരുകാലി നാൽക്കാലികളും പക്ഷി മൃഗാദികളുമുണ്ട്. വരങ്കിലെ അപ്പാപ്പനെ എല്ലാവരും ഇണ്ടർ എന്നാണ് വിളിക്കുക. അങ്ങനെ ഞങ്ങൾ കുട്ടികൾക്കും അവർ 2 ആളും ഇണ്ടർ വല്യപ്പനും ഇണ്ടർ വല്യമ്മയുമായി. ഇണ്ടർ എന്നത് വല്യപ്പൻ്റെ പേരാണെന്ന് ഞാൻ കരുതിയത്. ഒരിക്കൽ അപ്പാപ്പൻ്റെ പഴങ്കഥ പുരാണത്തിനിടയിലാണ് ഇണ്ടർ വല്യപ്പൻ്റെ പേരിന് പിന്നിലെ കഥ പിടികിട്ടിയത്. ഇണ്ടർ ഏതോ നാട്ടുകാരനാണെന്നോ അയാളുടെ ജാതിയോ മതമോ എന്താണെന്നോ ആർക്കും അറിയില്ല. ചിലർ തെക്കുന്നാന്നും മറ്റു ചിലർ വടക്കുന്നാന്നും വരത്തനാന്നൊക്കെ കരുതി. ക്രിസ്ത്യാനിയാണെന്നാണ് വയ്പ്പെങ്കിലും ഇടവക പള്ളിയുമായിട്ട് സഹകരണം ഉണ്ടായിരുന്നില്ല. ചെറുപ്പകാലത്ത് കള്ളക്കപ്പൽ കയറി അമേരിക്കയിലോ യൂറോപ്പിലോ മറ്റോ എത്തി. എങ്ങനെയോ ഒരു ഡോക്ടറുടെ സഹായി എന്നാണ് ഇണ്ടർ വല്യപ്പനെ പറ്റി കേട്ടിട്ടുള്ളത്. ആ ഡോക്ടറുടെ സഹായിയായിട്ട് ഒരുപാട് രാജ്യങ്ങളുടെ നാട് ചുറ്റി. ചെമ്പയത്ത് താമസം തുടങ്ങിയ കാലത്ത് ഇണ്ടർ വല്യപ്പൻ നാട്ടുകാരോട് പറഞ്ഞ കാര്യമാണിത്. ഊരുചുറ്റലിനിടയിൽ കലശലായ എന്തോ ഒരു രോഗം പിടിപ്പെടുകയും 60കളിൽ ചെമ്പായത്തേക്ക് മടങ്ങുകയാണ് ഉണ്ടായത്. ഇവിടെ പുരയിടം വാങ്ങി താമസമാക്കി. ഇണ്ടർ വല്യപ്പൻ പറയുന്നതിൽ സത്യമുണ്ടെന്ന് നാട്ടുകാർ വിശ്വസിച്ചു. കാരണം ഒരുപാട് സായിപ്പുമാരും മദാമുമാരും ഇവരെ കാണാനെത്തുമായിരുന്നു. വരുന്നവരിൽ ചിലരൊക്കെ ആഴ്ചകളോളം താമസിക്കും. ചെമ്പയത്തേക്ക് ചേക്കേറിയ സായിപ്പ് ഡോക്ടറുടെ സഹായിയായ വല്യപ്പനെ ആളുകളെ കമ്പൗണ്ടർ എന്ന് വിളിച്ചിരുന്നു. പിന്നീട് കമ്പൗണ്ടർ ലോപിച്ച് ഇണ്ടർ മാത്രമായി. എനിക്ക് ഓർമ്മ വച്ച കാലം മുതലേ ഇണ്ടർ വല്യപ്പന് നല്ല പ്രായമുണ്ട്. പലപ്പോഴും മാത്രം എണീറ്റ് ഉമ്മറത്തേക്ക് വന്നിരിക്കും ഇണ്ടർ വല്യമ്മ. വല്യപ്പൻ്റെ ശരിക്കുള്ള ഭാര്യയാണോ എന്ന് പലരും സംശയിച്ചു. കാരണം മരുഭൂമിയും മഴക്കാടും പോലെ 2 ആളും 2 പ്രകൃതം. വല്യമ്മയ്ക്ക് എന്തിനും ഏതിനും ചുണ്ടിയാണ്. അത് കാണുമ്പോൾ വല്യപ്പൻ അട്ടഹസിച്ച് ആസ്വദിച്ച് ചിരിക്കും. ഇയാൾ എപ്പോഴാണ് ഇവരെ കൂടെ കൂട്ടിയതെന്ന് ആർക്കും പിടിയില്ല. നാട് വിട്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്നോ?
അതോ തിരിച്ചെത്തിയിട്ട് ഒരുമിച്ചായതാണോ? ഒരു കാര്യത്തിൽ അവരൊന്നായിരുന്നു. എപ്പോഴും അപ്പടെ ഉച്ചത്തിൽ ശപിക്കും. വല്യപ്പനും വല്യമ്മയും അപ്പടയും പരസ്പരം പറയുന്ന ഭാഷ നാട്ടുകാർക്ക് കീറാമുട്ടിയായിരുന്നു. അതേത് ഭാഷയെന്ന് എത്ര അന്വേഷിച്ചിട്ടും പിടികിട്ടിയില്ല. വരങ്കലിൽ പാചകം മുതൽ തെങ്ങുകയറ്റം വരെ എല്ലാ പണിയും ചെയ്തിരുന്നത് അപ്പടയായിരുന്നു. പെങ്ങയുടെ അപ്പയുടെ മൂത്ത സഹോദരിയാണ് എന്നാണ് നാട്ടുകാരുടെ ധാരണ. പെങ്ങൾ ലോപിച്ച് പെങ്ങായതാണ്. അവരെ ചെറുപ്പത്തിൽ ഒരു സായിപ്പ് വന്ന് കെട്ടിക്കൊണ്ടുപോയി. അത് പിന്നെ പെങ്ങയെ ആരും കണ്ടിട്ടില്ല. വല്യപ്പനും വല്യമ്മയും മരിച്ച നേരത്തും പെങ്ങ വരങ്കലിലേക്ക് വന്നില്ല. ഒന്ന് കോട്ടുവായിടാൻ പോലും അപ്പടെ വാ തുറക്കുന്നത് കണ്ടിട്ടില്ല. പണികൾ പെട്ടെന്ന് തീർക്കുക, തിന്നുക, ഉറങ്ങുക, പിന്നെയും ഇത് ഉത്സാഹത്തോടെ ആവർത്തിക്കുക. വിരസതയില്ലാതെ വർഷങ്ങളോളം അപ്പട ഇത് ചെയ്തു പോന്നു. നാട്ടുകാർ പൊതുവെ വരങ്കലുകാരുമായിട്ട് സഹകരിക്കുന്നതേ അവർ തിരികെ ഇടപെടുന്നതോ പതിവില്ലായിരുന്നു. അതിനാൽ തങ്ങൾക്കിഷ്ടമുള്ളതുപോലെ ആളുകൾ ഓരോരോ കഥകൾ അവരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പട ഒരു കാട്ടുമാക്കാനാണെന്ന് ലോകം മുഴുവൻ പറഞ്ഞാലും കുട്ടികൾക്ക് അപ്പട പരിശുദ്ധനാണ്, സന്തത സഹചാരിയാണ്. അപ്പടയ്ക്ക് എപ്പോഴും പ്രത്യേക സ്നേഹമായിരുന്നു. ഗന്ന എന്നാണ് എന്നെ വിളിച്ചിരുന്നത്. കണ്ണൻ എന്ന എൻ്റെ വിളിപ്പേര് അയാൾക്ക് ഉച്ചരിക്കാൻ പ്രയാസമുള്ള പോലെ ഗന്ന എന്ന വിളിയിൽ ഒരുപാട് സ്നേഹവും കരുതലും നിറഞ്ഞിരുന്നു. വളരെ അപൂർവമായി ഞാൻ അപ്പടയുടെ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. കൂടുതലും മാംസമാണ് പാകം ചെയ്യുന്നത്. അതാകട്ടെ എവിടെയും കാണാത്ത രീതിയിലും രുചിയിലും. 90കളുടെ ആദ്യം അപ്പാപ്പനും അമ്മാമ്മയും മരിച്ചു. ഞാനന്ന് കോളേജിലെത്തി. ചെമ്പയത്തേക്ക് എല്ലാവരും ഒത്തുള്ള കുടുംബയാത്രകൾ കുറഞ്ഞു. ഞാൻ ചിലപ്പോഴൊക്കെ തനിച്ചെത്താൻ തുടങ്ങി. അന്നേരം അപ്പടയുമായിട്ട് ഒന്നുകൂടി ഗാഠമായിട്ട് അടുത്തു. അയാൾ ചിത്തുന്ന നാടൻ കള്ളിൻ്റെയും വിറകടുപ്പിൽ വേവിച്ച ഇറച്ചിയുടെയും രുചിക്ക് സമാനതകളില്ലെന്ന് ബോധ്യപ്പെട്ടു. ചില വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ പറങ്കിമാവിൻ്റെ ചോട്ടിൽ കൂടി. ചുട്ട തവളയും കക്ക വാട്ടിയതും പിന്നെ തണുത്ത മധുരക്കള്ളും ഉണ്ടാവും. അപ്പട എനിക്കൊപ്പമല്ലാതെ മറ്റാരുടെയും കൂടെ കുടിക്കാറില്ല. കള്ള് തലക്കി പിടിച്ചാൽ വിചിത്രമായ ഭാഷകളിൽ അയാൾ വാചാലനാവും. ഒട്ടും പരിചിതമല്ലാത്ത ദേശങ്ങളിലൂടെ വാതോരാതെ സംസാരിച്ച് നീങ്ങും. പതിയെ പതിയെ അപ്പട പറയുന്ന ലോകങ്ങൾ എനിക്കും പരിചിതമാക്കാൻ തുടങ്ങി. മഴക്കാടുകൾക്ക് മുകളിൽ നിശബ്ദത കാവൽക്കാരെ പോലെ നിൽക്കുന്നു. മരതക കൊടുമുടികൾ അവിടെ ഉണ്ടാവും. അവ ആകാശത്തേക്ക് തുളഞ്ഞു കയറി അതിൻ്റെ മഞ്ഞുമൂടിയ അതിരുകളിൽ ജീവന്റെ വന്യമായ ശബ്ദങ്ങൾ മുഴക്കുന്നു. നദികൾ വെള്ളിനാഗങ്ങളെപ്പോലെ കെട്ടുപിടഞ്ഞൊഴുകുന്നു. കുത്തിയൊഴുകുന്ന പുഴകളിലേക്ക് സുവർണസന്ധികളിൽ ശാന്തമായി വീശുന്ന കാറ്റിൽ മയങ്ങുന്ന ജലജീവികൾ, പുകയും തീയും വമിക്കുന്ന അഗ്നിപർവ്വതങ്ങൾ, തെളിഞ്ഞ നീലക്കടലിന് താഴെ തിളങ്ങുന്ന പവിഴപ്പുറ്റുകൾ, തണുത്ത താഴ്വാരകൾ, മൃദുവായി പുണരുന്ന പുൽമേടുകളിൽ ചിതറിക്കിടക്കുന്ന തീജ്വാലകൾ പോലെ പൂക്കുന്ന ഫ്ലെമിംഗോ പൂക്കൾ, ആരുടെയും സ്പർശനമേൽക്കാത്ത പുരാതന കഥകളുടെ വീര്യം നിറഞ്ഞ ഒരാദിമ വാഴ്വ് പോലെ അപ്പട തൻ്റെ ലോകങ്ങൾ വരച്ചിട്ടുകൊണ്ടേയിരുന്നു. അപ്പടയ്ക്ക് ഇക്കാലം അത്രയും ഒരു സൗഹൃദമില്ലല്ലോ എന്നോർത്തു. എക്കാലത്തും അയാളുടെ കൂടെ അയാൾ മാത്രമായിരുന്നു. ഇണ്ടർവല്യപ്പൻ്റെയും ഇണ്ടർവല്യമ്മയുടെയും കാലശേഷം തികച്ചും അനാഥനായി. ചിലപ്പോൾ തോന്നി ഏകാന്തത അയാളെ വല്ലാതെ വിഴുങ്ങുന്നുണ്ടെന്ന്. മിക്കവാറും ഇണ്ടർവല്യപ്പനെയും വല്യമ്മയും കുറിച്ച് ഓർത്ത് അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് അപ്പട ഉറക്കെ ചിരിക്കും. ചിരിയും കരച്ചിലും തമ്മിൽ വല്ലാത്തൊരു ഇഴയടപ്പുണ്ട്. വല്ലാതെ ചീത്ത വിളിച്ചിരുന്നു. ഇണ്ടർവല്യമ്മയോട് അയാൾക്കുള്ള സ്നേഹം എന്നെ അത്ഭുതപ്പെടുത്തി. മഹുമ, നിങ്ങളുടെ എല്ലാം മഹുമ ആയിരുന്നു. അമ്മമാരില്ലാതായ ഞങ്ങളുടെ നാട്ടിൽ കുട്ടികളെ തന്നെ മഹുമ ഇണ്ടർവല്യമ്മയെ പറ്റി പറയുമായിരുന്നു. അപ്പോഴ ഇങ്ങനെയൊക്കെ പുലമ്പുമായിരുന്നു. കള്ളിൻ്റെ കുളിർമയും പ്രായത്തിൻ്റെ ചാബല്യങ്ങളും ഭക്ഷണത്തോടുള്ള അഭിനിവേശവും ചെമ്പയത്തേക്കുള്ള എൻ്റെ യാത്രകൾ പതിവാക്കി. അപ്പടയുമായുള്ള ഓരോ കണ്ടുമുട്ടലും പുത്തൻ വെളിപാടുകളായിരുന്നു. എൻ്റെ വരവിനായിട്ട് അപ്പടയും കാത്തിരുന്നു. അയാൾക്ക് സ്വന്തമെന്ന് പറയാൻ ഞാനല്ലാതെ മറ്റാരുമില്ല. മിണ്ടാനും മറയില്ലാതെ പറയാനും തുടങ്ങിയതോടെ ഞങ്ങൾക്കിടയിലെ ദൂരവും പ്രായവും കുറഞ്ഞു. നിലാവിലെ ചന്ദ്രികയ്ക്ക് മാത്രം എത്തി നോക്കാൻ അനുവാദമുള്ള പടർന്ന മണ്ണിലേക്ക് കൂപ്പുകുത്തിക്കിടക്കുന്ന പറങ്കിമാവിൻ്റെ ശിഖരങ്ങളും അതിൻ്റെ ചുവട്ടിൽ ഞങ്ങൾ കണ്ടുമുട്ടി. ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് അപ്പട ചോദിച്ചു, ഗന്ന, ഇറച്ചി വേവിക്കാണ്ട് തിന്നിട്ടുണ്ടാവും? ഞാൻ അപ്പടയെ വെറുതെ നോക്കി. മനുഷ്യന്മാരുടെ ഇറച്ചി തിന്നിട്ടുണ്ടാവും? ആദ്യത്തെ ചോദ്യത്തിനേക്കാൾ വെറുപ്പുളവാക്കുന്നതായിരുന്നു അത്. കള്ളു ശരിക്കും അപ്പടയുടെ തലയ്ക്ക് പിടിച്ചെന്ന് കരുതി. അയാളുടെ മുഖം നിലാവട്ടത്തിൽ വ്യക്തമായി. കാണാൻ ഞാൻ മുന്നോട്ടാഞ്ഞു. ഗന്ന, ഞാൻ തിന്നിട്ടുണ്ടോ ചുട്ട മനുഷ്യൻ്റെ ഇറച്ചി? ഞാൻ എൻ്റെ ചേട്ടൻ്റെ ഇറച്ചി. വള്ളിപ്പടർപ്പിനെ മൂടി നിന്ന തണുപ്പിനേക്കാൾ ഉറഞ്ഞ് ഞാൻ നിശ്ചലനായി. ഞങ്ങൾ നാട്ടിലെ അതാ പ്രസാദമാണ്, ചത്ത ആളുകളുടെ ചുട്ട ഇറച്ചി. അപ്പോഴേ ഞാൻ അമ്പരപ്പോടെ നോക്കി. പ്രതീക്ഷയ്ക്ക് വിപരീതമായി അയാൾ ശാന്തനായിരുന്നു.
സ്വാഭാവികമായൊരു കാര്യം പറയുന്ന മട്ടിൽ വീണ്ടും കള്ളൊഴിച്ച് അകത്താക്കി. വാട്ടിയ ഇലയിലെ കരിമീൻ ചാറ് നക്കി പ്രശാന്തനായി താഴ്ന്ന മാങ്കൊമ്പിൽ പിടിച്ച് ആടാൻ ആരംഭിച്ചു. പക്ഷെ തമ്മിലൊരു കയ്യകലം മാത്രം. പക്ഷെ എനിക്ക് ചുറ്റുമുള്ള പ്രകൃതി തീർത്തും വേറെയെന്ന് തോന്നി. പാലപ്പൂവിൻ്റെ മണവും നായ്ക്കളുടെ ഓരിയിടലും ചീവീടിൻ്റെ കരച്ചിലും എന്നെ അസ്വസ്ഥനാക്കി. പാതിച്ചവച്ച മാംസത്തിൽ നിന്നൂറിയ ചവർപ്പ് നീര് ഉള്ളിൽ കെട്ടി നിൽക്കുന്നത് പോലെ, ഒന്നും ബാധിക്കാത്തതുപോലെ അപ്പട തുറന്നു. നല്ല കഷ്ണങ്ങളാ പെണ്ണുങ്ങളും കുട്ടികളും തിന്നു. തലച്ചോറും കയ്യും കാലും യുദ്ധത്തിന് പോണ ആണുങ്ങൾ അത് കഴിക്കല്. അവരുടെ ശക്തി പോകും. പറഞ്ഞു തീരും മുമ്പ് ഞാൻ വലിയ ശബ്ദത്തോടെ ഓക്കാനിച്ചു. അയാൾക്ക് അതും അസ്വാഭാവികമായിട്ട് തോന്നിയില്ല. നല്ല സ്വാദാണ്. മയമുള്ള മധുരമുള്ള ചാറുള്ള ഇറച്ചി. അപ്പടയുടെ രൂപം സാവധാനം മാറിത്തുടങ്ങി. മലയോര ഗോത്രവർഗങ്ങൾക്കിടയിൽ സാംസ്കാരിക സ്വത്വത്തിൻ്റെ അടയാളമായ ഉണക്കച്ചുരക്ക കൊണ്ടുണ്ടാക്കിയ കോട്ടക്ക അണിഞ്ഞതുപോലെ ഒട്ടും വ്യാകുല ചിന്തലനാകാതെ മാങ്കൊമ്പിൽ കിടന്ന് ആടുകയാണ് അപ്പട. കഴുത്തിൽ പന്നികളുടെ പല്ലും മുത്തുകളും ചിപ്പിയും കോർത്ത മാല, ജ്വലിക്കുന്ന ചുവപ്പും നീലയും ഇടകലർന്ന തൂവലുകൾ കൊണ്ട് നെയ്ത ശിരോവസ്ത്രം, വെളുത്ത രോമങ്ങൾ നിറഞ്ഞ കനത്ത മാറിടത്തിൽ ഗോത്രാചാരങ്ങളെ ഓർമ്മിപ്പിക്കുന്ന പച്ചകുത്തല്. അയാള് താളത്തിൽ പപ്പുവൻ ഭാഷയിൽ ഡബിയെ ഡബിയെ ഉരടൈരിയെയാക്കി ഗുഡിയെ നെബു ഗുരേഡവനാക്കി കുട്ടോ ടിക്രഡോ ദിവയെ എന്ന് പാടിത്തുടങ്ങി. അവരുടെ കയ്യിൽ അമ്പും വില്ലും കുന്തമുണ്ട്. തലമുറകളിലൂടെ കൈമാറ്റം ചെയ്ത് കിട്ടിയ ആയുധങ്ങൾ, മൃഗങ്ങൾ, കാലാവസ്ഥ, വനജീവിതം, ആചാരങ്ങൾ എന്നിവയുടെ അടയാളങ്ങൾ പേറി നിൽക്കുന്ന ഒരു ഗോത്ര മനുഷ്യനായിട്ട് അപ്പടം മാറി. അയാളുടെ പാട്ട് തുടർന്നു. ദയനീയമായ ഒരു കരച്ചിൽ പാട്ടിനിടയിൽ കയറി വരുന്നുണ്ടായിരുന്നു. മഹ്മ മഹ്മ, ഞാൻ വിറച്ച മരിക്കും. ഗുരു കുരു മഹ്മ മഹ്മ, എൻ്റെ കയ്യും കാലും തളരണ. അപ്പട നിർത്താതെ പാടിത്തുടങ്ങി. ആ താളത്തിൽ ലയിച്ചു വെന്ത മാംസം പല്ലുകൾക്കിടയിൽ അമർത്തിപ്പിഴിഞ്ഞ് രസമൂറ്റി വീണ്ടും പാടി.